ഹലോ ഗൈസ്, ഐഫോണിൻ്റെ ലെയർ റീബോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇതേപോലത്തെ ടൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതായത് മാഗ്നറ്റും അതേപോലെ എന്താണ് കറക്റ്റ് ആ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉള്ള ടൂൾസാണ് നമ്മൾ യൂസ് ചെയ്യാറില്ല. അവിടെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പക്ഷേ ചില സമയത്ത് എന്താണ് നമുക്കിപ്പോൾ ഈ ലേറ്റസ്റ്റ് മോഡലൊക്കെ എൻ്റെ അടുത്ത് ഈ 60 Pro Max ആണ് ഡിവൈസ്. സോ അതിന് ഈ കറക്റ്റ് ലെയർ എൻ്റെ അടുത്തില്ല. സോ നമുക്കെന്താണ് ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ഇതാണ് ആ മെത്തേഡ്. അതായത് കറക്റ്റ് നമ്മൾ അതായത് ഒരു ഫ്രെയിമിൽ എങ്ങനെയാണോ റീബോൾ ചെയ്യുന്നത് അതേ സെയിം മെത്തേഡിൽ നമുക്ക് ഇതിലും ഇതേപോലെയും ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു പെർമനൻ്റ് അല്ല, ജസ്റ്റ് കറക്റ്റ് ആ ടൂൾ നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ജസ്റ്റ് ഒരു അർജൻസിക്ക് മാത്രം നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. കറക്റ്റ് ഇതേപോലത്തെ ഒരു ഫോം ഷീറ്റിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ആ ലേ ഔട്ട് കട്ട് ചെയ്തെടുക്കുക. ശേഷം മദർ ബോർഡ് അതിൽ ഇറക്കി വെക്കുക. ഇതേപോലെ ചെറിയൊരു പീസ് അതിന് കട്ട് ചെയ്ത് മാറ്റുക. കറക്റ്റ് മദർ ബോർഡ് അവിടെ ഇറക്കി വെച്ചിട്ട് എന്താണ് നമുക്ക് ഇതേപോലെ ആ കറക്റ്റ് സ്റ്റെൻസിൽ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ നമുക്ക് എക്സ്പെൻസ് കുറച്ചിട്ട് എന്താണ് അർജൻസിക്ക് വേണ്ടിയിട്ട് എമർജൻസി ആയിട്ട് ഇതേപോലെ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ നോർമലി റീബോൾ ഏത് മെത്തേഡിലാണോ ചെയ്യൽ അതേ മെത്തേഡിൽ ചെയ്യാൻ പറ്റും. വേറെ ഡാമേജസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് റീബോൾ ഫ്ലെക്സും പീപ്പിനും കാര്യമൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വീഡിയോ പോലെ മാത്രം.